ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചൊരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ അതിനായിട്ട് ഒരു 2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതിലൊക്കെ 1 ടീസ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഇട്ടുപോയതാണ് കേട്ടോ, വെളുത്തുള്ളി ചതച്ചതും, 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഇറച്ചിയിലെ മസാലയൊക്കെ പുരട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് 5 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. അപ്പോൾ നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുക്കാം. നമുക്ക് 2 കിലോ ഉണ്ടായിട്ട് കുറച്ച് എണ്ണയുടെ ആവശ്യമുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 7 പച്ചമുളക്, നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിലൊക്കെ ഒരു 5 സവാളയും കൂടെ നമ്മൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി വാടാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. തീ കുറച്ച് വെക്കാം. എന്നിട്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 3 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ തക്കാളി ഇതിലൊന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം, വെന്തുടയണം. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പം
എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. തീ കുറച്ച് വെച്ച് തന്നെ നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മസാലയൊക്കെ ഇടാനായിട്ട് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ എരി കുറഞ്ഞ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് 1 സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തീ കുറച്ച് വെച്ച് കരിയാത്ത രീതിയിൽ നമുക്കൊന്ന് അനത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ അനത്തിയ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മളിങ്ങനെ അനത്തി ഇടുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ബീഫ് വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ബീഫ് 2 കിലോ ഉണ്ടായതുകൊണ്ട് കുക്കർ നിറഞ്ഞിരുന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു 4 ഫിസിലൊക്കെ അടിച്ചപ്പോൾ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് കുക്കറിനകത്തിട്ട ഫിസിൽ തോനെ അടിക്കേണ്ടി വരും. അപ്പോൾ ഇതിന് ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കണം. മസാലകൾ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിച്ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിച്ചീര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് മുളക് പൊടി എരിവില്ലാത്തതാണ് ചേർത്തേക്കുന്നത്. നമുക്ക് എരിവിന് ഞാൻ ഇത് കുരുമുളക് പൊടിയാണ് തോനെ ചേർക്കുന്നത്. എരിവെല്ലാം എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. കുറച്ച് കസ്തൂരി മേട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മസാല എല്ലാം ഒന്ന് യോജിക്കാനായിട്ട് അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് വേവിക്കാം. അതായത് നമ്മുടെ ബീഫിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുത്തതാണിത്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി ബീഫ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമായ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.